അല്ലാണ്ട് മുന്നോട്ട് പോകണ്ട. കൊണ്ടുപോ, താഴേക്ക് പോലെ നമ്മൾ പോകുന്നത് ആ മുന്നിൽ 2 വണ്ടി ഉണ്ടാവുന്ന കയറ്റിടാൻ പറയും. വയനാട് ജനവാസ മേഖലയിൽ അമരക്കുനിയിലിറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. തെർമൽ ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം 2 വിഭാഗം സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. ഡോക്ടർ അരുൺ സഖറിയും അവിടെ തന്നെ തുടരുന്നുണ്ട്. ഈ കടുവയെ കണ്ടാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. സുരേന്ദ്രൻ കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തെരച്ചിൽ തുടങ്ങും. ഇരുവരും സംയുക്തമായിട്ടായിരിക്കും കടുവയ്ക്ക് വേണ്ടി ഇവിടെയുള്ള വിക്രം എന്ന ആനയാണ് ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ സുരേന്ദ്രനെയും കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ നടപടികളാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ എല്ലാത്തര സജ്ജീകരണങ്ങളോടും കൂടിയുള്ള തിരച്ചിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അനൽക്കയുണ്ട്. അനൽക്ക, കുങ്കിയാനെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു അല്ലേ? അതെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ വിക്രം, അതായത് മുത്തേക്കയിൽ നിന്നും വിക്രം എന്ന കുങ്കിയാനെ എത്തിച്ച് ഇവിടെ ഈ 2, അതായത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 2 സ്ഥലങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ 2 സ്ഥലങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അതിൽ ഒരു സ്ഥലത്തേക്കാണ് ഈ വിക്രം എന്ന കുങ്കിയാനെ ഉപയോഗിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതേപോലെ തന്നെ ഇവിടുത്തെ RRT സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി കടുവയെ മയക്കോടി വെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇന്ന് നമ്മളോട് പങ്കുവച്ചത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലുമാണ്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു ആശങ്കയുമുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഇത്തരത്തിൽ, അതായത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെങ്കിൽ കടുവയെ മയക്കോടി വെച്ച് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ കടുവയെ മയക്കോടി വെച്ച് ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ ഇനിയുള്ള പരിശോധന ഈ 2 ആനകളെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇനിയുള്ള പരിശോധന. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ രാവിലെ മുതൽക്ക് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതൽ എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകരുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള നടപടി, അതായത് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. കുങ്കിയാനെ സ്ഥലത്തെത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഒരു കുങ്കിയാനയാണ് എത്തിച്ചിരിക്കുന്നത്. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. വളർത്തുമൃഗങ്ങളെ അടക്കം പിടിച്ച് വലിയ ഉപദ്രവമുണ്ടാക്കി ജനവാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന കടുവയെ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ കടുവയ്ക്കായുള്ള തിരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. വിക്രം എന്ന കുങ്കിയാനയാണ് നിലവിൽ സ്ഥലത്തെത്തിച്ചിരിക്കുന്നത്. അനൽക്ക സേതുണ്ട് വിശദാംശങ്ങളുമായി. അനൽക്ക, ഈ കടുവയെ കണ്ടെത്തിയാൽ ഉടനെ, ലൊക്കേറ്റ് ചെയ്താൽ ഉടനെ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ റെഡിയാണോ?
ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കടുവയുടെ സാന്നിധ്യം, അതായത് കടുവയെ കണ്ടെത്തിയാൽ ഉടനെ ലൊക്കേറ്റ് ചെയ്താൽ ഉടനെ, അതായത് കടുവയുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചതിന് ശേഷം, അതായത് അതിന്റെ അതായത് കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ മയക്കുവെടി വിദഗ്ധ കടക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അവസാനമായി ഇവിടെ കടുവ ഇവിടെ ഒരു ആടിനെ കടിച്ചു വന്നത്. അതിനുശേഷം വീണ്ടും കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയെങ്കിലും പിന്നെ അങ്ങനെ അതായത് വേറെ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കടുവയെ പിടികൂടുന്നതിനായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള നടപടികൾ എടുത്തിരുന്നു. എന്നാൽ അതിനുശേഷമൊന്നും കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കടുവയെ പിടികൂടുന്നതിനായി രണ്ടിടത്ത് കൂട് സ്ഥാപിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീടൊന്നും ഈ കടുവയുടെ സാന്നിധ്യം, അതായത് ക്യാമറകളിലോ മറ്റൊന്നിലോ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ വനംവകുപ്പ് എന്നാലും എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ചിട്ട് ഈ ആനയെ കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇവിടെയുണ്ട്. അതെല്ലാം ഇവിടെ അതായത് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമായിട്ട്, അതായത് തയ്യാറെടുപ്പുകളും ഉടനെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതായത് ഈ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള ഒരു കടുവയല്ല, ബന്ദിപ്പൂർ വനമേഖല കടന്ന് കേരളത്തിലേക്ക് വന്ന കടുവയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു കടുവയുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ്. എന്തായാലും വലിയ ശല്യം തീർത്തുകൊണ്ടിരുന്ന കടുവയാണ് ഇപ്പോൾ അമരക്കുനിയിൽ. കടുവയെ പിടികൂടാനുള്ള തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നിലവിൽ കുങ്കിയാനെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ആനയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കിയ ശേഷം മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്.